ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നൊരു സ്പെഷ്യലാണ് കേട്ടോ. അപ്പം ഇന്ന് മക്രോണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. മക്കൾ കുറേയായി പറയണം മക്രോണി ഉണ്ടാക്കി കൊടുക്കാൻ. അങ്ങനെ ഞാനിതാ മക്രോണി എടുത്തിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അടുപ്പത്ത്. അപ്പോൾ അത് നല്ല ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അതിൽ ഞാൻ ലേശം എണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ അതിൽ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടാണ് വേവിക്കുന്നത്. അപ്പോൾ അതവിടെ കിടന്ന് വേവട്ടെ. അങ്ങനെ ഞാനത് സവോള അരിയാണ്. സവോള നമ്മൾ നൈസായിട്ട് അരിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ അതവിടെ തിളക്കണോണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇളക്കി കൊടുക്കണുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഇളക്കി കൊടുത്തില്ലെങ്കിൽ നല്ല കട്ട പിടിക്കും. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അത് ഇളക്കി കൊടുക്കണം. അപ്പോൾ അത് ഏകദേശം ഒരു വേവായ കാരണം ഞാനത് ഊറ്റിയെടുത്തിട്ടുണ്ട്. ഞാനത് തൊട്ട് നോക്കുമ്പോൾ തന്നെ നല്ല വെന്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനെന്ത് ചെയ്ത് കുറച്ച് തക്കാളി ഇങ്ങനെ അരിഞ്ഞിടണ്ട വിചാരിച്ച് മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്യണമല്ല, അരച്ചെടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അത് ഒഴിച്ചു കൊടുക്കാൻ കരുതിയിട്ടാണ് ഞാൻ മിക്സിയിലിടുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ മോൻ പറഞ്ഞ് ക്യാരറ്റ് ഇട്ട് കൊടുക്കാൻ. അപ്പോൾ മോനെന്ത് ചെയ്ത് മോനും ഇട്ടാ ഹെൽപ്പിന് റിച്ചു എൻ്റെ കൂടെ ഹെൽപ്പ് ചെയ്യാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവനിക്കാണ് ഭയങ്കര എന്താ പറയുക, ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് കുറേ നാളായി പറയുന്നതാണ്. ഞാനത് ഇന്ന് ഉണ്ടാക്കി കൊടുക്കാമെന്ന് കരുതി. അങ്ങനെ എണ്ണ ഒഴിച്ച് സവാളൊക്കെ ഇട്ട് കൊടുത്ത്. സവാള നല്ല കനം കുറച്ചിട്ട് അരിയാണ് കേട്ടോ. അപ്പോൾ സവാളയും ഞാൻ ഇതുപോലെ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടാണ്. പിന്നെ അതിൽ നമ്മൾ ഉപ്പ് ആഡ് ചെയ്യും, കാരണം വാടാൻ വേണ്ടിയിട്ട്, പെട്ടെന്ന് ഉള്ളി വാടാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കണത് കേട്ടോ. അങ്ങനെ അത് ഇട്ട് കൊടുത്ത് പിന്നെ ഞാൻ ക്യാരറ്റ് മുകളിൽ നിന്ന കാരണം പിന്നെ വെച്ച് വാങ്ങിയിട്ട് അത് വാട്ടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനെന്ത് ചെയ്ത് കുറച്ച് നേരം വാട്ടാനുണ്ടാവും, കാരണം സവാള അങ്ങനെ എന്താ പറയുക കുറച്ചധികം ഞാൻ എടുത്തിട്ടുണ്ട്. മസാല മക്രോണി അല്ലേ, അപ്പോൾ അത് കാരണം എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ക്യാരറ്റ് റിച്ച് പീൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് അരിഞ്ഞിട്ട് അതിലിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ഒന്നും കൂടി നമ്മൾ വാട്ടിയെടുക്കുക, നല്ലപോലെ മിക്സ് ചെയ്യുക എല്ലാം കൂടിയിട്ട്. ഞാൻ മസാല ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ അത് വാടിക്കഴിഞ്ഞിട്ട് മസാല ഇട്ട് കൊടുക്കാൻ വിചാരിച്ചു. അപ്പോൾ ഒന്ന് ചെറുതീയിൽ വേവിക്കാൻ വെച്ചിട്ട് പിന്നെ അവൻ പറഞ്ഞു അതിൽ എഗ്ഗ് ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആ ഒരു പണിയിലാണ് റിച്ചു. ഞാനത് തുറന്ന് നോക്കുമ്പോൾ ഒന്ന് വാടിയിട്ടുണ്ട്, ഏകദേശം വാടിയിട്ടുണ്ട്. കണ്ടില്ലേ, കാണുമ്പോൾ തന്നെ അറിയാം ഏകദേശം വാടിയിട്ടുണ്ട്. കൂടുതൽ ഓവറായിട്ട് വാടരുത്, മനസ്സിലായി. പിന്നെ അതിൽ നമ്മൾ മിക്സിയിൽ അരച്ച് വെച്ച തക്കാളിൻ്റെ നീര് ആഡ് ചെയ്ത് കൊടുക്കുക. കാരണം തക്കാളി അങ്ങനെയൊക്കെ എടുക്കുമ്പോൾ ഒരു എന്താ പറയുക, പെട്ടെന്ന് വാടില്ല. സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ തക്കാളി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് വാടുന്നില്ല. നമ്മൾ എത്ര നൈസായിട്ട് അരിഞ്ഞിട്ട് അതിട്ട് കൊടുത്താലും പിന്നെ അതുപോലെ തന്നെ കിടക്കുന്നുണ്ട്. അങ്ങനെ അരച്ചിട്ട് കൊടുക്കുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് ആവും കേട്ടോ. പിന്നെ മസാലകളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൽ പെരിഞ്ചീരകം, ഗരം മസാല, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ എന്തൊക്കെ മസാലകളുണ്ട് അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. മക്രോണി ആകുമ്പോൾ എല്ലാ മസാല ആഡ് ചെയ്യണതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അങ്ങനെ നമ്മളിതാ ഏകദേശം എല്ലാ മസാല അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചും വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കേണ്ടി വരും കേട്ടോ. അങ്ങനെ അതിൽ കാണിക്കാൻ മറന്നുപോയതാണ്. അങ്ങനെ വാട്ടി കൊടുക്കുക. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് സോസിന് നമ്മൾ ഇപ്പോൾ ഇത് നിങ്ങൾ കാണുമ്പോൾ സോസ് മാത്രമല്ലല്ലോ എന്ന് വിചാരിക്കും. ഇതിൽ സോയാ സോസും ഉണ്ട്, ടൊമാറ്റോ സോസ് ഉണ്ട്, പിന്നെ അതുപോലെ ചില്ലി സോസും ഉണ്ട്. ആ മൂന്നും കൂടി മിക്സാക്കിയിട്ടാണ് അതിൽ ഒഴിച്ചു കൊടുത്തത് കേട്ടോ. ഓരോന്നിങ്ങനെ ഒഴിച്ച് കളിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് മൂന്നും കൂടി മിക്സായിട്ട് അതിൽ ഒഴിച്ചു കൊടുത്തതാണ്. പിന്നെ റിച്ച് വാങ്ങിയിട്ട് ഒന്നും കൂടിയും മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അവന് ഞാൻ പറഞ്ഞല്ലോ മുട്ട ആഡ് ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ ആ മുട്ട പ്രിപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. അങ്ങനെ ഓംലേറ്റ് അടിച്ചിട്ട് ചിക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല മൊരിയിച്ചെടുക്കുന്നുണ്ട് ആൾ. അവർക്ക് മൊരിയിച്ചെടുക്കുന്നതാണ് ഇഷ്ടം ഓംലേറ്റ്. പിന്നെ ഇവിടെ മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി അപ്പോൾ അതിലേക്ക് മക്രോണി ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നമ്മൾ വേവിച്ചിട്ട് ഊറ്റി വെച്ച മക്രോണി ഉണ്ടല്ലോ, അത് അങ്ങനെ കുറച്ചൊക്കെ ആയിട്ട് ഇട്ട് കൊടുക്കുക. മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മിക്സാക്കി കൊടുക്കുക, എല്ലാം കൂടിയിട്ട് മിക്സാക്കി കൊടുക്കുക. കണ്ടില്ലേ, നല്ല കാണാനും നല്ല ഭംഗിയുണ്ട്, കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിൽ അവന് മുട്ട ചിക്കൻ അതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചെറുതായി 2 മുട്ട ഞാൻ ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമ്മളിതാ ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യണം കേട്ടോ, കഴിക്കാൻ വേണ്ടിയിട്ട്. ചൂട് കൊടുക്കുന്നത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് കേട്ടോ. അതിൻ്റെ എരിവും ഒക്കെ കൂടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ. പിന്നെ അതിൻ്റെ മേലെ ഞാൻ കുറച്ച് ടൊമാറ്റോ സോസ് ഇങ്ങനെ വെച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലിട്ട് ചിച്ചത് ലാസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ.
നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സംഭവം. പിന്നെ മക്കൾക്ക് എല്ലാവരും കൊടുത്ത് ഞാനും ചായ കുടിക്കാനിരുന്നിട്ടാ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇത് ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ, അപ്പോൾ ഒന്ന് കണ്ടു നോക്കുക എല്ലാവരും. അപ്പോൾ ഇന്നത്തെ ഈവനിങ് സ്നാക്സ് സൂപ്പറായിരുന്നു. താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്യണേ.